ഞങ്ങളെപ്പോഴും സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടൊപ്പം എപ്പോഴും വസിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഈ വലിയ കാരുണ്യത്തിൻ്റെ നിമിഷത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത്, ഞങ്ങൾക്ക് തന്ന ജീവിതത്തെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത്, നല്ല ആരോഗ്യത്തെ ഓർത്ത്, അങ്ങനെ ഞങ്ങൾക്ക് പറയാവുന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകി. എത്ര എണ്ണിയാലും എത്ര പറഞ്ഞാലും മതി വരാത്തത്ര അനുഗ്രഹമാണ് കർത്താവായ ദൈവമേ നീ അങ്ങക്ക് ഞങ്ങൾക്ക് നൽകിയത്. ഈ അനുഗ്രഹങ്ങളെയെല്ലാം ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഈശോയെ, അങ്ങയുടെ കരുണയെ ധ്യാനിക്കുന്ന നിമിഷം, അങ്ങയുടെ പീഡാസഹനത്തെ ഞങ്ങൾ ഓർത്ത് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന ഈ നിമിഷങ്ങളാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്തത്. ഓ കർത്താവേ, ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഞാൻ നിമിഷം ഓർക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ കടന്നു വരണമേ. അവിടുത്തെ കാരുണ്യത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന്, അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന രക്തത്താലും ജലത്താലും ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, സങ്കീർത്തനം 123 സങ്കീർത്തകനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ കാരുണ്യം അപേക്ഷിച്ചുകൊണ്ട് നമുക്കും സങ്കീർത്തകനോടൊപ്പം ആ കാരുണ്യത്തിന് വേണ്ടി യാചിക്കാം. സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്ക് എന്ന പോലെ, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റു മടുത്തു. സുഖാലുസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു. അതേ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ നിമിഷം ഈശോയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ആ വലിയ കാരുണ്യമാണ് ദൈവത്തിൻ്റെ പാപികളോടുള്ള കാരുണ്യമാണ് ഈശോ. ദൈവത്തിന് പാപികളുള്ള സ്നേഹം തൻ്റെ പുത്രനിലൂടെ നൽകിയ വലിയ കൃപയാണ്. കൃപയുടെ പേരാണ് കാരുണ്യം. ആ പിതാവിൻ്റെ കരുണയുടെ മുഖമാണ് ഈശോ. ആ ഈശോയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ മധ്യേ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഈ 3 മണിയുടെ സമയത്ത് വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞ പോലെ കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിച്ച് കരയുന്ന ഓരോ മക്കളെയും കർത്താവിൻ്റെ കാരുണ്യത്താൽ നിറയ്ക്കുന്നുവെന്ന്. കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിച്ച് കഴിയുന്ന ഓരോ മക്കളെയും കർത്താവ് ഒരിക്കലും ശിക്ഷിക്കുകയോ വിധിക്കുകയോ ചെയ്യുന്നില്ല. അവിടുത്തെ സ്നേഹത്താൽ പൊതിയുന്ന ആ വലിയ നിമിഷമാണിത്. അവിടുത്തെ കരുണയാൽ നിറയ്ക്കുന്ന ആ വലിയ നിമിഷമാണിത്. നമ്മ ആ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട്, ആ സന്ദേശത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയും നമ്മുടെ വ്യക്തിത്വത്തിലുള്ള നമ്മുടേതായിട്ടുള്ള പാപങ്ങൾക്ക് വേണ്ടിയും, നമ്മുടേതായിട്ടുള്ള കുറവുകൾക്ക് വേണ്ടിയും, ബലഹീനതകളെ ഓർത്തുകൊണ്ടും ലോകം മുഴുവൻ്റെയും കുറവുകൾക്ക് വേണ്ടിയും നമുക്ക് ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ കാരുണ്യത്താൽ എന്നെ നിറയ്ക്കണമേ. സങ്കീർത്തനം പാടുന്ന പോലെ, സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ഓ കർത്താവേ, ബലഹീനനായിരിക്കെ, പാപിയായിരിക്കെ അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചുവല്ലോ. പാപിയായിരിക്കെ അങ്ങ് എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ചുവല്ലോ. പാപിയായിരിക്കെ അങ്ങ് എനിക്ക് വേണ്ടി മനുഷ്യനായി പിറന്ന്
ആ സ്നേഹം എനിക്ക് നൽകിയല്ലോ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. ഈ നിമിഷം ആ കാരുണ്യത്തെപ്പറ്റി ധ്യാനിക്കുന്ന ഈ നിമിഷം ഈശോ നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്ന ആ വലിയ സ്നേഹത്തെയും കാരുണ്യത്തെയും അനുഭവിക്കുവാനായിട്ട് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈശോ അപ്പമായി മാറിയത്, വിശുദ്ധ കുർബാനയായി മാറിയത്, ആ കാരുണ്യം എന്നിലും നമ്മൾ ഓരോരുത്തരിലും പ്രത്യക്ഷ രൂപത്തിൽ കടന്നു വരുവാനായിട്ടാണ്. ആ കാരുണ്യം ഞാൻ സ്വീകരിച്ച് എൻ്റെ കെട്ടുകളും ബന്ധനങ്ങളും എല്ലാം പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ കാരുണ്യത്തെ നഷ്ടപ്പെടുത്താതെ ഈശോയുടെ ആ വലിയ വാഗ്ദാനം, ദൈവത്തിൻ്റെ ആ വലിയ കൃപ നിഷേധിക്കാതെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം, നമ്മുടെ ജീവിതങ്ങളെ തുറക്കാം, നമ്മുടെ പാപാവസ്ഥകളെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. എൻ്റെ ബലഹീനതകളിൽ കർത്താവിന് വിട്ടുകൊടുക്കാം. ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കാം. കർത്താവെ, ഞാൻ ബലഹീനനാണ് എന്ന് പൗലോസ്ലീഹായെ പോലെ നമുക്ക് കരഞ്ഞു പറയാം, കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട്. ഞാൻ ബലഹീനനായ മനുഷ്യനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും കടന്നു പോകുമ്പോൾ അറിഞ്ഞും അറിയാതെ ഞാൻ തെറ്റുകൾ ചെയ്തു പോകുന്നു. പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ വീണു പോകുന്നു. പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു പോകുമ്പോൾ ഞാൻ പാപത്തിൽ വീണു പോകുന്നു. നമുക്ക് ആ കാരുണ്യത്തിൻ്റെ ആ വലിയ കടാക്ഷം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞു വെക്കുന്ന ആ ഒരു ഉപമയുണ്ട്. മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമ. മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമയിൽ ഈശോ 15-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. കർത്താവ് ഇന്ന് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിൽ വസിക്കുവാനായിട്ടാണ്. നമ്മളെ എപ്പോഴും സ്വീകരിക്കുവാനായിട്ട്, നമ്മളെ എപ്പോഴും സ്വന്തമാക്കുവാനായി, നമ്മളെ എപ്പോഴും കരുണ കാണിക്കുവാനായി ഒരുങ്ങി നിൽക്കുന്ന, മുമ്പിൽ നിൽക്കുന്ന ആ വലിയ സ്നേഹത്തെ കണ്ടുകൊണ്ട് ആ സ്നേഹത്തിൽ വസിക്കുവാനായി നമ്മൾ കടന്നു വരുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാത്ത ശാഖകൾക്ക് ഒരിക്കലും ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കാത്തിടത്തോളം കാലം നമ്മൾക്ക് ആ കാരുണ്യം സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവ് നമ്മൾക്ക് തന്ന രക്ഷ പ്രാപിക്കുവാനായി കർത്താവായ ദൈവം, കാരുണ്യവാനായ ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് നൽകിയ ആ കാരുണ്യം സ്വീകരിക്കുവാനായി നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ടിയിരിക്കുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ മുൻപിലുണ്ട് കർത്താവിൻ്റെ ആ സ്നേഹം, എൻ്റെ മുൻപിലുണ്ട് ആ കാരുണ്യവാനായ ദൈവം. തൊട്ടടുത്ത് എനിക്ക് കയ്യെത്തുന്ന ദൂരത്ത്, എൻ്റെ കൈ എത്തുന്ന ദൂരത്ത് ആ സ്നേഹം തുളുമ്പി നിൽക്കുന്നു. ഞാൻ ആ സ്നേഹം നുകരുവാനായി എൻ്റെ കൈ അവിടുത്തോട് ചേർത്ത് പിടിക്കണം. എത്ര വലിയ പാപമാണെങ്കിലും, നമ്മുടെ പാപം എത്ര കടും ചമപ്പാണെങ്കിലും അത് കഴുകി വെണ്മയുള്ളവരാക്കുന്നുവെന്ന് യെശയ്യാ പ്രവാചകന്റെ 1-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ വലിയ തീരുമാനത്തോടെ ഈശോയിൽ വസിക്കുവാനായിട്ടുള്ള തീരുമാനത്തിൽ, മുന്തിരിച്ചെടിയും ശാഖകളും പോലെ ഞാൻ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ആ ചേർന്ന് നിൽക്കുന്നതിലൂടെ ആ കാരുണ്യത്തിൻ്റെ അവകാശികളായിട്ട് നമുക്ക് മാറാം. ഈ കരുണയുടെ ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ ആയിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ഈശോയോട് വസിക്കുവാൻ, ആ കാരുണ്യം നുകരുവാൻ, ആ സ്നേഹം
സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ കാരുണ്യത്തിൻ്റെ നിമിഷങ്ങളുടെ അനുഗ്രഹത്തിനായി നമുക്ക് യാചിക്കാം. നമ്മുടെ വിഷമങ്ങളിലും നിരാശകളിലും ബുദ്ധിമുട്ടുകളിലും സങ്കടങ്ങളിലും എല്ലാം കർത്താവിൻ്റെ കാരുണ്യം അനുഭവപ്പെടുവാനായിട്ട്, കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കരസ്പർശം അനുഭവപ്പെടുവാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഈശോയുടെ ആ വലിയ അനുഗ്രഹത്തിനായി, ആശീർവാദത്തിനായി നമുക്ക് സ്വീകരിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.